നോക്കിയേ, ഇന്ന് നമ്മൾ ഈ മദർ ട്രീ എന്ന് പറയുന്ന പാഠത്തിലെ നമ്മളെ കുറച്ച് പിക്ചേഴ്സ്, ഓക്കെ, നമുക്ക് മദർ ട്രീ എന്ന് പറയുന്ന പാഠത്തിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ട് നമ്മളെടുത്ത് അത് എന്ത് ചെയ്യാൻ പറയാണ്, റൈറ്റ് ഓർഡറിൽ എഴുതാൻ പറയാണ് കേട്ടോ. അതായത് ഇവിടെ ചോദ്യം നോക്ക്, വലിയ ചോദ്യം ഉണ്ട്, പക്ഷെ കുഞ്ഞ് ആൻസർ ആണ്. ഡിഡ് യു എൻജോയ് റീഡിങ് ദി സ്റ്റോറി? നമ്മളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ മദർ ട്രീ എന്നുള്ള പാഠം നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്ക് ഒത്തിരി ഇഷ്ടമായില്ലേ, മിസ്സിന് ഇഷ്ടമായി, മിസ്സിൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഹിയർ ആർ സം പിക്ചേഴ്സ് റിലേറ്റഡ് ടു ദി സ്റ്റോറി. ഈ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തിരി ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ദേ ആർ ജംപിൾ ഇൻ ഓർഡർ, ദേ ആർ ഇൻ ജംപിൾ ഓർഡർ. തെറ്റിച്ചിട്ടാണ് തന്നത് അല്ലേ, 1 2 3 4 5 എന്ന് തരുന്നതിന് പകരം 1 4 3 2 എന്ന് ഡിസോർഡർ ആയിട്ടാണ് തന്നത്. Here are some pictures related to the story. They are in a jumble order. Put them in the right order and you may number them too. Select suitable events from the list given below. Write them in the boxes given below. അപ്പോൾ നമ്മളടുത്ത് എന്താ പറഞ്ഞത്, ആ പിക്ചേഴ്സ് എന്ത് ചെയ്യുക, ചിത്രങ്ങൾ നമ്മൾ ശരിക്കും ഓർഡറിൽ എഴുതാം. ഇവിടെ എന്തുണ്ട്, നമുക്ക് ഇതിൻ്റെ എന്താ സംഭവിക്കുന്നു തന്നിട്ടുണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് പിക്ചറിൻ്റെ താഴെ എഴുതാം. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന എന്താ, നമ്മൾ അമ്മ പക്ഷി എന്ത് ചെയ്യുക, ചെറി മരത്തിൽ നിന്ന് ചെറികൾ ഇങ്ങനെ കൊത്തിയെടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ നോക്ക്, കാണുന്ന എന്താണ്, ദൂരെ നോക്കുന്നുണ്ട്, പെട്ടെന്നുണ്ട് ദൂരെ നമ്മുടെ മദർ ട്രീ ഉള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുകയുണ്ട്, ഇങ്ങനെ പൊന്തി വരുന്നല്ലേ, പുക ഇങ്ങനെ പൊന്തി 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 പുകഞ്ഞു വരുന്നുണ്ട്. ഇവിടെ നോക്ക്, നമ്മളെ പക്ഷി കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്, കൂട്ടിൽ നിന്നും മെല്ലെ തല പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളെ മദർ ട്രീൻ്റെ അടുത്ത് സംസാരിക്കാം അല്ലേ. അപ്പോൾ ഇനി ലാസ്റ്റ് വന്നത് ഫുള്ള് തീയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ ഇത് ഓർഡറിൽ എഴുതാം, നമുക്കറിയാം ആദ്യത്തെ നമ്മൾ എന്താ കൊടുക്കുക, ഇവിടെ ദിസ് ഈസ് 1 അല്ലേ. അമ്മ പക്ഷി ഭക്ഷണം തേടിപ്പോയപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ മദർ ബേർഡ്സ് എന്ത് ചെയ്ത, മദർ ബേർഡ്സ് എല്ലാവരും എന്താ ചെയ്തത്, മദർ ബേർഡ്സ് ഒക്കെ സോറി നമ്മുടെ ബേബി ബേർഡ്സ് എന്ത് ചെയ്തു, കൂട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് തലയിട്ട് നോക്കി അല്ലേ. യെസ്, തലയിട്ട് നോക്കി എന്താ പറയുന്നത്, മദർ ബേർഡിനോട് സംസാരിക്കുക. അതാണ് ഫസ്റ്റ് 1 അല്ലേ. എന്താ ഇവിടെ ഇതാ, ദ ബേർഡ്സ് ആർ പീപ്പിംഗ് ഔട്ട് ഓഫ് ദ നെസ്റ്റ് അല്ലേ. ഇതാണ് ആദ്യത്തെ സെന്റൻസ്. രണ്ടാമത്തെ എന്താ, നമ്മുടെ അമ്മ പക്ഷി എന്താ ചെയ്യുന്നത്, ചെറിയ മരം കണ്ടു അല്ലേ. ചെറിയ മരം കണ്ട സമയത്ത് ഒത്തിരി വേഗം എന്ത് ചെയ്തു, ചെറിയ മരത്തിൻ്റെ അടുത്തേക്ക് പറന്നു പോയിട്ട് ഒരുപാട് ചെറികൾ എന്ത് ചെയ്തു, ഇങ്ങനെ കൊത്തി 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 എടുത്ത് കഴിച്ചില്ലേ. കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായി ചെറിയ ഇങ്ങനെ കൊത്തി 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 ചുണ്ടിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതാണ് എന്ത്, രണ്ടാമത്തത്. അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അമ്മ പക്ഷി നോക്കുമ്പോൾ എന്താ, ദൂരെ നോക്കുമ്പോഴുണ്ട് മദർ ട്രീ ഉള്ള സ്ഥലത്ത് നോക്കുമ്പോഴുണ്ട് പുക ഇങ്ങനെ വരുന്നേ. എന്താ അവിടെ പുക ഇങ്ങനെ വരുന്നേ, അവിടെ എന്ത് പിടിച്ചിട്ടുണ്ട്, ദേ നോക്ക്, അവിടെ എന്താണ്, യെസ്, സ്മോക്ക് ഈസ് റൈസിങ് അറ്റ് എ ഡിസ്റ്റൻസ് അല്ലേ. ദൂരെ എന്തുണ്ട്, പുകഞ്ഞ് വരുന്നുണ്ട്, പുക ഉണ്ടായി വരുന്നുണ്ട് അല്ലേ. ഇനി നാലാമത്തേത് നോക്കിയിടാം നിങ്ങൾ. നാലാമത്തതാണ് എന്ത്, തീ പിടിക്കുന്നത് അല്ലേ. ദ ഫയർ ഈസ് ഈറ്റിംഗ് അപ്പ് ദ നീം ട്രീ. നമ്മുടെ നീം ട്രീനെ മുഴുവൻ ആര് തിന്നു, നമ്മുടെ തീ വന്ന് ഫുള്ള് തിന്നല്ലേ. നമ്മുടെ നീം ട്രീനെ മുഴുവൻ ആര് തിന്നത്, നമ്മുടെ നീം ട്രീനെ മുഴുവനും തീ വന്ന് തിന്നു അല്ലേ. ഇതാണ് എന്ത് എഴുതേണ്ടത്, നാലാമത്തെ നമ്മൾ എഴുതേണ്ടത്. ഇപ്പം നമ്മളെ കഥ ശരിക്കും നമ്മൾ എന്ത് ചെയ്തു, ഓർഡറിലാണ് നമ്മൾ എഴുതിയല്ലേ. ഇതേപോലെ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി പഠിക്കണം. ഓക്കെ, നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ എന്ത് ചെയ്യും, ചിത്രങ്ങൾ തരും. ഓക്കെ, ഈ ചിത്രങ്ങൾ തന്നാൽ റൈറ്റ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണോ, എന്താണോ 1 ഷുഡ് ബി 1, എന്താണോ പിന്നെ ഉണ്ടായത് 2 ഷുഡ് ബി 2, എന്താണോ മൂന്നാമത് ഉണ്ടായത് 3 ഷുഡ് ബി 3 ആൻഡ് 4 ഷുഡ് ബി 4. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓർഡറിൽ നമ്മൾ എഴുതാൻ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം കേട്ടോ. ഇത് ഓക്കെ അല്ലേ, വലിയ ബുദ്ധിമുട്ടില്ലേ, സിമ്പിൾ അല്ലേ, സെറ്റ് അല്ലേ, അപ്പോൾ സെറ്റ് അല്ലേ. ഓക്കെ.